അപ്പൊ നമുക്കൊരു കാര്യം, നമ്മളെ ഈ വീട്ടിന്റെ വഴിയിലൂടെ ഗോപി ഇത് വഴിയാണെന്ന് മനസ്സിലായല്ലോ. ഇതിപ്പോ നമ്മള് ശരിക്കും ഈ വഴി ചെന്ന് അവസാനിക്കുന്നിടത്താണ് ആ വീടുള്ളത്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് നിർമ്മിച്ച് നൽകി നമുക്കിതിപ്പോ കാണാം. അപ്പൊ വീടില്ലാത്തവർക്ക് സംസ്ഥാനത്തുടനീളം 100 വീടുകൾ കെ ചെല്ലപ്പള്ളി ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നമ്മൾ അവരുടെ സഹായത്തോടെ നിർമ്മിച്ച് നൽകുന്നുണ്ട്. ഈ 100 വീട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവരോട് സംസാരിച്ച് കുറച്ച് വീടുകൾ കൂടി കേരളത്തിൽ നിർമ്മിച്ച് നൽകും. മാത്രമല്ല ഈ യാത്രയിലുടനീളം ഭവനരഹിതരായ ആൾക്കാരെ കണ്ടുമുട്ടുന്നുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. കാര്യം നമ്മളൊരു സ്ഥാപനം എന്നുള്ളതിൽ പരിമിതിയുണ്ട്. പക്ഷേ ജനങ്ങളുടെ പിൻബലം അഭൂതപൂർവമായ ഒരു പിന്തുണയാണ്. പ്രത്യേകിച്ച് ലഹരി എന്ന് പറയുന്ന മാരക വിപത്ത് നമ്മുടെ നാടിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. കുട്ടികളുമൊക്കെ തന്നെ നമുക്കൊപ്പം അണിചേരുന്നു. എല്ലാവരും അണിചേർന്ന് ഒരേ ശബ്ദത്തിൽ ജനങ്ങളും സർക്കാരും പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാം ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ അണിചേരലിന്റെ മഹാസാഗരത്തിൽ ഇവിടെ ലഹരി വ്യാപനം നടത്തുന്ന ആളുകളെല്ലാം ഒന്നുകിൽ അവരതിൽ മുങ്ങിപ്പോവും, അതല്ലെങ്കിൽ അവർ സ്ഥലമിടും. ഗോപികൃഷ്ണൻ, സ്മിത വരൂ, നമുക്ക് ഒന്നിച്ചു നടക്കാൻ പറ്റത്തില്ല. അവിടെ കമ്പിവേലിയുണ്ട്, മുറിക്കണ്ട, രക്തം കണ്ടേ അടങ്ങുമെന്ന് വിചാരിക്കണ്ട. ഓക്കെ, പിന്നെ അവിടെ ജനിച്ചു വളർന്നിട്ടുള്ളൂ, ഒരിടത്തല്ലേ ജനിക്കാൻ പറ്റൂ സ്മിത. അതെ അതെ അതെ. ഗോപി ജനിച്ച നാട്ടിലാണോ നഗരത്തിലാണോ? ഞാൻ തിരുനെൽവേലിയിൽ, തമിഴ്നാട്ടിലാണ് ജനിച്ചത്. തിരുനെൽവേലിയിൽ. നമ്മുടെ PCR എന്തോ ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെറിയ സിഗ്നൽ പ്രശ്നം ഉണ്ടായിട്ട് കേട്ടില്ല. സ്മിത കേട്ടായിരുന്നോ? ഓഡിയോ ചെറിയ പ്രോബ്ലം ഉണ്ട്. ഓഡിയോ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്തൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പൊ ഓഡിയോ ശരിയായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇപ്പൊ ഓഡിയോ ശരിയായോ എന്നുള്ളത് ഒന്ന് റെഡി. സനൂപേ, താങ്ക് യു. സനൂപാണ് നമ്മുടെ PCR കൺട്രോളിംഗ്. അപ്പോ താങ്ക് യു സനൂപ്. അപ്പൊ നമ്മുടെ ഹെലിക്കാമൊക്കെ പറത്തി തുടങ്ങി. നമ്മുടെ ഡ്രോൺ ആചാര്യൻ മുന്നിൽ തന്നെ ഉണ്ട്. വരിക. മോനെ, നിന്റെ പേരെന്താ കുട്ടാ? സൂരജ്. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? നമ്മൾ എന്തിനിറങ്ങിയാ നിനക്കറിയാമോ? എന്ത് വീടിന് താക്കോല് താക്കോൽദാനം ഉണ്ട്. അതല്ല നമ്മളൊരു പരിപാടി ഉണ്ട് നമ്മുടെ കൂടെ. കറക്റ്റ്. നീ 24 കാണുന്നുണ്ടോ? എന്നാ കണ്ടേ? കഴിഞ്ഞ വർഷം കണ്ടോ? നീ എപ്പോഴും കാണും അല്ലേ? എനിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞു? എനിക്ക് പേരൊന്നും അറിയത്തില്ല. ചേട്ടന്റെ പേര് പറഞ്ഞു? പേരൊന്നും അറിയത്തില്ല. ഞാൻ കാണുന്നതേ ഉള്ളൂ. കാണുന്നുള്ളൂ. നീ പേര് നോക്കത്തില്ല അല്ലേ? നീ മിടുക്കൻ. നീ ആരുടെയും പേര് നോക്കത്തില്ല കേട്ടോ. ഓക്കെ, ഗംഭീരായി. നീ ഏത് സ്കൂളാ പഠിക്കുന്നത്? വിദ്യാധരാജ്. ഈ സ്ഥലത്തിന്റെ പേരറിയോ? മോനെ, നീ അവന്റെ കൂടെ കളിക്ക് കുറച്ചു തരാം കേട്ടോ. ഓക്കെ, റെഡി. ഓക്കെ, വരായിരുന്നല്ലേ? അവൻ കളിക്കട്ടെ. കുട്ടികളുടെ കളിയൊക്കെ പോയത് അസ്മിത പ്രശ്നമായത്. കുട്ടികൾ കളിക്കട്ടെ, കുട്ടികൾ സംഘം ചേരട്ടെ. ഗോപി, ഗോപി എങ്ങനെയുണ്ട്? ഈ സ്ഥലമൊക്കെ കണ്ടിട്ട്? ഈ സ്ഥലം വളരെ സുന്ദരമായ സ്ഥലമല്ലേ? അതല്ലേ, മാത്രല്ല മനോഹരമായ പ്രദേശമാണ് ഇതൊക്കെ. നമ്മുടെ വീടൊക്കെ സൂപ്പർ ആണല്ലോ. വീട് അല്ലേ? നല്ല രസമായിട്ടുണ്ടല്ലോ വീട്. മനോഹരമായ വീട്. അപ്പൊ ഈ വീട് ചേച്ചി കുറെ നേരമായിട്ട് കുറച്ച് പുഷ്പം കൊണ്ടുപോകും. ഇത് ആരുടെ തലയിൽ ഇടാനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ചേച്ചി ചേച്ചി എന്താ ചെയ്യാന്നല്ലോ. അപ്പൊ നമ്മുടെ നാട്ടുകാരുടെ ഒരു നിഷ്കളങ്കമായ ഒരു സ്നേഹം, അതാണ്. നമ്മുടെ RTO നമ്മുടെ കൂടെ ഉണ്ട്, മനോജ്. അപ്പം അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഓട്ടോറിക്ഷ കയറി തോന്നുന്നു. ഓക്കെ, അപ്പൊ സന്തോഷം, നല്ല കാര്യം. അപ്പൊ മോളെ, എന്താ പേര്? ഗോപികൃഷ്ണന്റെ ആരാണ് ഗോപികൃഷ്ണൻ? അറിയില്ലല്ലേ? എന്നോട് പറഞ്ഞിരുന്നു ഞാൻ, നീ കളിക്കാൻ പറഞ്ഞിട്ട് കാണാനൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് താക്കോൽദാനത്തിലേക്ക് പോയാലോ? മാവേലിക്കര മനോജേ, എന്തായി കാര്യങ്ങൾ? അപ്പൊ ഒരു കാര്യം നമ്മുടെ അമ്മമാരൊക്കെ മുന്നോട്ട് വരിക. ഗോപി, നമ്മുടെ വീടിന്റെ പുരാണം ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായി. ഇല്ലേ, ട്രാൻസ്പോർട്ടർ ഇല്ല, തല ചുമന്നാണ്. തലയ്ക്ക് ചുമന്ന അല്ലേ? തല ചുമന്നല്ലേ? തലച്ചുമടായി കൊണ്ടുവന്നു. ഈ പ്രദേശം ഈ അങ്ങനെ വലിയ കലാപങ്ങളോ ഒന്നുമില്ലാത്ത നല്ല തനി സമാധാനമുള്ളതാണ് മാവേലിക്കരയുടെ ഓണാട്ടുകര എന്ന് പറയുമ്പോൾ. അതിൻ്റെതായ ആളുകളെല്ലാം നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത്. അല്ലാതുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ കൊലയും കൊള്ളി വെപ്പൊന്നും ഇല്ലാത്ത വളരെ വണ്ടി വരത്തില്ല. ഈ 24 കണക്റ്റിന്റെ മനോജ് ഉണ്ട്. മനോജ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്യും. ഞങ്ങൾ ഇതിവിടെ വന്ന് കണ്ടപ്പം ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ഒരു വീടാണ്. ആ വീടിന്റെ അവശിഷ്ടം കിടക്കുന്നു. എപ്പോഴും മറിഞ്ഞു വീഴുന്ന രീതിയിലുള്ള വീടാണ്. അങ്ങനെ നമ്മള് പെട്ടെന്നാണ് 3 മാസം കൊണ്ടാണ് വീടിന്റെ പണി തീർന്നത്. നല്ല അടിപൊളി വീടായി. നമുക്കൊരു കാര്യം ചെയ്തല്ലോ, നമുക്ക് ഇതിനകത്ത് ഒരു അമ്മയെ കൊണ്ട് ഉദ്ഘാടിച്ചാലോ?
അപ്പൊ ഒരമ്മ മുന്നോട്ട് വന്ന് ഏതെങ്കിലും ഒരു അമ്മ, ഒരു ഐശ്വര്യമുള്ള ഒരു അമ്മ, എല്ലാ അമ്മകൾക്കും ഐശ്വര്യമുണ്ട്. ഈ അമ്മയുടെ പേര് അമ്മ, കാരണം അമ്മ പേരെന്താ? അമ്മ എവിടെ താമസിക്കുന്നത്? മുള്ളിക്കുളങ്ങര. അപ്പൊ ഇവിടെ തന്നെയല്ലേ? അപ്പൊ അമ്മ ഈ മുള്ളിക്കുളങ്ങര ഇരുന്നുണ്ട് അമ്മ ഈ വീടിന് താക്കോൽ ദാനം ചെയ്യുമ്പോ ഇത് അല്ലെ ആ ഉദ്ഘാടനം ചെയ്യുമ്പോ ലോകത്തെല്ലായിടും അമ്മയെ കണ്ടോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇറങ്ങിയത് ഈ ലഹരിക്കെതിരായിട്ടാ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഓണത്തിനിടെ പുട്ടിച്ചിടം പോലെ ഈ താക്കോൽ ദാനം ചെയ്യുന്നുള്ളൂ. ആ അപ്പൊ അമ്മ എന്ന് പറഞ്ഞേ, എന്തെങ്കിലും പറയും അമ്മ. വേണേ എന്നെ 2 ചീത്ത പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. അമ്മയുടെ വീട് എവിടെ? ഇവിടെ അല്ലേ? അമ്മ എന്താ ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ല. എന്ന് പറയുന്നത് പ്രായം അല്ല, അമ്മ പ്രായവുമായി ബന്ധപ്പെട്ടല്ല അല്ലെ? അതൊന്നുമല്ല. അമ്മ എന്ന് പറഞ്ഞാൽ വേറെ യൂട്യൂബറാണ്. ഏതാ യൂട്യൂബർ? ആ യൂട്യൂബർ മോളെവിടെ? ആ മോള് പതുക്കെ വന്നാ നീ. ആ യൂട്യൂബർ ഇതാണോ? ഓ മോളുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ഗായത്രി കിങ്ങിണി. എത്ര പേരുണ്ട് കിങ്ങിണിക്കകത്ത്? 6 ലക്ഷം പേര്. എന്റെ പൊന്നെ, 6 ലക്ഷം. നമ്മുടെ ചാനലിൽ പോലും ഇല്ല 6 ലക്ഷം പേര് അല്ലേ? ഓക്കെ, കിങ്ങിണി എന്ന് പറഞ്ഞെങ്കിൽ കിണിക്കിണി. അയ്യോ, RTO സ്ഥലം വിട്ടു. 6 ലക്ഷം പേരാ കൂടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അമ്മ നമ്മുടെ യൂട്യൂബറിന്റെ സാന്നിധ്യത്തില് ഇത് യൂട്യൂബിൽ കാണിക്കുവോ? ഇപ്പൊ കണ്ടോണ്ടിരിക്കാണോ? എടുക്കുന്നുണ്ടോ? ഇതൊക്കെ എടുക്കുന്നുണ്ടോ? എടുക്കണ്ടേ ഇതൊക്കെ? അമ്മ അമ്മ ഇത് അമ്മ കട്ട് ചെയ്തേ. അമ്മ അതല്ല, ഇത് ഈ കത്തിരിയ. എല്ലാവരും ഇന്ന് മുന്നോട്ട് നിന്നേ. സ്മിത ഹരിദാസ് ഒക്കെ മുന്നോട്ട് നിന്നേ. ഗോപി ശരി. ആ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എവിടെ? ഉണ്ണി മുന്നോട്ട് നിന്ന്. ഉണ്ണി ഉണ്ണികൃഷ്ണൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് സാന്നിധ്യം ഉണ്ട്. അമ്മ കട്ട് ചെയ്തോ. അമ്മ എല്ലാവരും ഒന്ന് കൈയടിച്ചോളൂ. അമ്മയുടെ നേതൃത്വം ഇരിക്കും, നമ്മുടെ നേതൃത്വം നമ്മൾ. അമ്മ നന്നായി. അമ്മ ഐശ്വര്യമായിട്ട് നമുക്ക് എനിക്കൊന്ന് ഇതിനകത്ത് നമുക്ക് മണ്ണി വെട്ടിത്തേക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെരുപ്പില്ലാതെ കയറാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, താക്കോലാക്ക കൊടുക്കുന്നു. താക്കോല് ഈ മേച്ചിൽ ഇതാണോ പണി? ഓക്കെ. അപ്പൊ സന്തോഷമായി. എന്തെങ്കിലും പറഞ്ഞോളൂ. വളരെ നാളുകളായി ഒരു വീട് നടന്ന് എന്റെ മക്കളെ കണ്ണീരിന്റെ ഒരു ഫലം എനിക്ക് ഉണ്ടായി. നിങ്ങളുടെ കുടുംബം എവിടെ പോയി? കുടുംബം നിങ്ങൾക്ക് എത്ര മക്കളാ? നിങ്ങൾ എത്ര പേരാ? 2 മക്കളാ. മറ്റേ മോള് എന്ത് ചെയ്യും? ഈ 2 മോളുടെ പേരെന്താ? ഇതാണ് അമ്മ അല്ലേ? അമ്മയുടെ പേരെന്താ? അമ്മ കരയൊന്നും വേണ്ട, അമ്മയ്ക്ക് ചിരിക്കാൻ വേണ്ടിയല്ലേ ഈ വീടൊക്കെ വെച്ചത്. അപ്പൊ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനാണ് അമ്മ നന്ദി പറയേണ്ടത്. അവരുടെ പണത്തിലാണ് നമ്മൾ 24 കണക്ട് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ചേച്ചി, മനോജ് സാറ്, ദീപ സാറ് പണിയ ഇദ്ദേഹത്തിനോ? അത് എന്റെ ചങ്ക. ഇവിടെ നിൽക്കുന്നവർക്കല്ല, എല്ലാ ജനങ്ങളോടും നന്ദിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഫുൾ സപ്പോർട്ട് എനിക്കുണ്ട്. ആ ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഞാൻ ഇത്രയും ഈ ഒരു വീട് ഹാപ്പിയാണല്ലോ. തീർച്ചയായിട്ടും ഹാപ്പിയാണ്. അപ്പൊ അങ്ങ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാടിനെ ലഹരി മുക്തമാക്കാനുള്ള നമ്മുടെ ശ്രമത്തിൽ അണിചേരുക. പുതുക്കുളങ്ങര ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പറയാം. ആരെയും കിട്ടില്ല, നമ്മുടെ മനോജ് സാർ പറഞ്ഞാലും സാർ അറിയിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിനി അല്ലേ ഒന്ന് തുറന്നേ. മേച്ചിരിക്കല്ലേ അറിയോ? തുറക്ക്. നമ്മള് ചവിട്ടി തേക്കണ്ട. പഴയ ലോക്കൽ. ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീടൊക്കെ എനിക്ക് തോന്നുന്നു ക്യാമറമാൻ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാല് ഓക്കെ, ഇതൊക്കെ നമുക്ക് TV ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ഓക്കെ, റെഡി. അപ്പം അപ്പൊ ബാത്റൂമൊക്കെ തുറന്നേ നോക്കട്ടെ. ബാത്റൂമൊക്കെ കൊള്ളാമെന്ന് അറിയില്ല. അവിടെയാണല്ലോ. സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ബാത്റൂം കൊള്ളാമെങ്കിൽ എല്ലാം കൊള്ളാവുന്നതാണ്. ഈ മുറിയിൽ ആരാ കിടക്കാൻ പോകുന്നേ? മോളെ ആരാ കിടക്കാൻ പോകുന്നത്? മോളെ ഇത് കിടങ്ങൾ 2 പേരുടെ. ഓക്കെ, നന്നായി. ഇതാണ് അടുക്കള അല്ലേ? അടുക്കള നല്ല അടുക്കളയാണല്ലോ, നല്ല സൂപ്പർ അടുക്കള. വേഗം പോയി വാതിൽ തുറന്നേ. അവിടെ പുറത്തോട്ടുള്ള ഈ വാതിൽ അടച്ചിട്ടുണ്ട്. ആൾക്കാരെയൊക്കെ കാണണം കേട്ടോ. ഓക്കെ. ഓ നന്നായി. ഓ സന്തോഷം. നല്ല വെളിച്ചവും വായു ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് നന്നായി മോളെ. മോളുടെ പേര്? 7 ക്ലാസ്സിലായി. പഠിച്ചോളണം കേട്ടോ. അപ്പൊ ചേച്ചി എവിടെ താമസിക്കുന്നല്ലേ? ചെട്ടികുളങ്ങര. തമ്പി സാറിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ചെട്ടികുളങ്ങര. ഭരണിയുടെ കാര്യം പറഞ്ഞു. സന്തോഷം.
അപ്പൊ നന്നായിരിക്കട്ടെ കേട്ടോ. ഓക്കെ. വിളക്ക് കത്തിക്കണം. ആരാ ഐശ്വര്യമായിട്ട് ഇദ്ദേഹം വിളക്ക് എത്തിക്കും. ആ വിളക്ക് കത്തിക്കണം. അവർക്ക് എന്റെ ഇവിടെ ദീപം പകർന്നു കഴിഞ്ഞു. ഇവിടെ വെളിച്ചം പരക്കുന്നു. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് അല്ലേ? വളരെ സന്തോഷമായി സാറേ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ മക്കളെ പോട്ടെ. കാണാം, അമ്മയും കാണാം, മോളെ ഈ ചായ ഒന്നും കുടിക്കാൻ നേരം നമുക്ക് സമയം പോയി. ഏതിനാണെന്നറിയോ? നമുക്ക് ലഹരി വിരുദ്ധ പരിപാടി. ഓക്കെ, റെഡി. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്യമം. പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ? ആ, മോഹൻ. മാത്രമല്ല ഈ വാർഡ് മെമ്പറാണ്. ഇതിന് വേണ്ട പ്രോത്സാഹനം എല്ലാം തുടക്കം പോലെ കൊടുത്ത ഞാനാ. മനോജുമായിട്ടുള്ള പേഴ്സണലായ ബന്ധം അതിനൊരു നേതൃത്വമായി. മോഹൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വളരെ സന്തോഷം. ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം ഇവിടെ വന്നു. ഞാൻ വിറ്റിഎം പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തു. എന്തായിട്ട് റിട്ടയർ ചെയ്തു? വിറ്റിഎം കോളേജ് പ്രിൻസിപ്പലായിരുന്നു NSS. സൂപ്പർ. ഞാനാണ് തെക്കേക്കരയുടെ കോർഡിനേറ്ററെ. അപ്പം ഇതെന്റെ മകള് ഹെലൻ, സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ വിന്നറാണ്. മോളുടെ പേരെന്താ? ഹെലൻ. സാറേ ഇത് നമ്മുടെ ഇതുപോലൊരു അപേക്ഷയാണ്. അപ്പൊ ഇത് വീടിന് വേണ്ടിയുള്ളതാണോ? ഓക്കെ, നേരിട്ട് തരാൻ വേണ്ടി നമുക്ക് നോക്കാം. ശരി. വളരെ സന്തോഷം. നിങ്ങളെല്ലാം കാണാൻ. നിങ്ങൾ കാണാനല്ലെങ്കിൽ ഒരു ദൗത്യം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ചൂലെടുത്ത് മറ്റേ ആൾക്കാരെ അടിച്ചു ഒളിപ്പിക്കണം. ആരെയാ? അയൽവാസിയല്ല. ഇതൊക്കെ ചെയ്യുന്നതാ സാറേ. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കണം. ബോധവൽക്കരണ ക്ലാസ് ഒക്കെ നമ്മൾ നടത്തുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിലൊക്കെ ജനങ്ങൾക്ക് ഇടപെടാം. ഇപ്പം നല്ല കാലമാണ്. വീട് കിട്ടിയത് നമ്മുടെ പഞ്ചായത്തിലാണ്, തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പൊ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടും ന്യൂസ് 24നോടും എടുത്തു. ആ, നല്ല ഗ്ലാമറായിട്ട് നിൽക്കാം. ഇപ്പൊ എടുത്താൽ സൂപ്പറാവും. ഓക്കെ, റെഡി. ഞാൻ പിന്നെ എടുക്കാം കേട്ടോ. വരൂ. അമ്മക്ക് എന്താ പറയാ? അമ്മ ഒത്തിരി സന്തോഷമായി സാറേ. ഇതിന് ഇങ്ങനൊന്നും ചെയ്തു കൊടുത്തതില്ല കേട്ടോ. ആ യൂട്യൂബർ മോളെ ഒന്ന് സൂക്ഷിച്ചോണേ. എന്നാലും സാറ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇത്രയും വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? അതൊരു വലിയ മനസ്സിലായി. യൂട്യൂബിലാണ് ഇത് എങ്ങനെ അവതരിപ്പിക്കും മോളെ? ഞാനൊന്ന് കാണട്ടെ. ഇതൊക്കെ കൽപ്പിച്ചു. കൂടുതൽ കോമഡി വീഡിയോസ് ആണ്. കോമഡിയാണ്. അല്ല, എന്നാലും ഇതിനൊരു സാർ ഇതിനകത്ത് ഇറങ്ങി വന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും സഹായങ്ങൾ ചെയ്യുന്ന സാറിന് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. 10 ലക്ഷം ആൾക്കാരെ എങ്ങനെയാ സ്വാധീനിക്കുന്നത് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാര്യം നമ്മുടെ ചാനലിൽ പോലും ഇല്ല. ആണല്ലേ? കോമഡി കണ്ടന്റ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഡാൻസും ഉണ്ട്. ഇപ്പോഴോ കാണാൻ വേണ്ടിയില്ലേ? പാട്ടില്ലാതെ എങ്ങനെയാ സാർ? റെഡി. താങ്ക് യു. അപ്പോൾ യൂട്യൂബ് വ്ളോഗറാണ്. യൂട്യൂബ് ചാനൽ നടത്തുക. നമ്മുടെ നാട്ടിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയാണ് അല്ലേ?